ഓം ശാന്തി. ഞാൻ ഏകാഗ്രതയോടെ മസ്തകത്തിൽ തിളങ്ങുന്ന സ്വസ്വരൂപത്തെ ദിവ്യബുദ്ധിയിലൂടെ അനുഭവം ചെയ്യുകയാണ്. ഞാനൊരു പ്രകാശപുഞ്ചമാണ്. അനന്ത ശക്തിവാൻ ആത്മാവാണ്. ഞാൻ മഹാവീര ആത്മാവാണ്. എനിക്ക് പരമാത്മാവിനെ കൂടാതെ മറ്റാരെയും ഓർമ്മയില്ല. ഒരേ ഒരു ബാബ, മറ്റാരുമില്ല. ഈ സ്മൃതിയിലിരിക്കുന്ന ഞാൻ മഹാവീരനാണ്. മസ്തകത്തിൽ സദാ വിജയത്തിൻ്റെ അവിനാശി തിലകമുണ്ട്. മനസ്സിൽ ഒരു അവിനാശി പിതാവിൻ്റെ സ്മൃതിയാണ്. വിജയത്തിൻ്റെ തിലകവും അവിനാശിയാണ്. ഞാൻ മഹാവീരനാണ്. എൻ്റെ ലോകവും ഒരേ ഒരു ബാബയാണ്. സർവസംബന്ധവും ഒരു ബാബയാണ്. എനിക്ക് സർവപ്രാപ്തികളും ഒരു ബാബയിൽ നിന്നുണ്ടാകുന്നു. സർവസംബന്ധങ്ങളുടെയും സ്നേഹം ലഭിച്ചു. ഇനി മറ്റൊന്നും ബാക്കിയില്ല. അപ്പോൾ എൻ്റെ ബുദ്ധി മറ്റൊരിടത്തും അലയുന്നില്ല. മനസ്സിൽ കേവലം ഒരു ബാബ. ബുദ്ധി ഒരു ബാബയിൽ ഏകാഗ്രമാണ്. ഹൃദയത്തിൽ ഒരേ ഒരു ധ്വനി മാത്രം, ബാബ ബാബ. ഒരു ശിവപരമാത്മാരാമനെ ഹൃദയത്തിലിരുത്തിയിരിക്കുന്ന ഞാൻ മഹാവീരനാണ്. സർവശക്തിവാൻ ശിവപരമാത്മാവിൽ നിന്നും സർവശക്തികളുടെയും ബലം പ്രാപ്തി ചെയ്ത് മായയുടെ മേലെ വിജയിക്കുന്ന ഞാൻ മഹാവീരാത്മാവാണ്. അതിസ്നേഹിയായ ബാബയോട് ഞാൻ പറയുന്നു, ബാബ, ഞാൻ പദവിയോടെ വിജയിച്ചു കാണിക്കും. എൻ്റെ രജിസ്റ്റർ നല്ലതാക്കി വയ്ക്കും. പുരുഷാർത്ഥിയാണെന്ന വാക്കു പറയില്ല. മായക്ക് അല്പം പോലും ഇളക്കാൻ കഴിയാത്ത തരത്തിൽ മഹാവീരനാകുമെന്ന ലക്ഷ്യം ഞാൻ വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ മുള്ളിൽ നിന്നും പുഷ്പമാകുന്നു. എല്ലാവർക്കും സുഖം നൽകുന്നു. നിരാകാരനായ അച്ഛൻ എന്നെ പഠിപ്പിക്കുന്നു. സ്വർഗത്തിൻ്റെ രാജധാനി ഇപ്പോൾ സ്ഥാപിതമാകുകയാണ്. ഞാൻ ബാബയ്ക്ക് സമാനം, ഉയർന്നതിലും ഉയർന്നതാകുന്നു. ഡ്രാമ വിചിത്രമാണ്, അത്ഭുതകരമാണ്. ബാബ
അത്ഭുതം ചെയ്യുന്നു. ഞാൻ ബാബയെ അത്യധികം സ്നേഹിക്കുന്നു. അത്രയും ബാബയോട് ആകർഷണമുണ്ടാകുന്നു. ഓർമ്മയുടെ യാത്രയിലൂടെ ആത്മാവിലെ കറകളിളകുന്നു. ഞാൻ പൂവായി ഇവിടെ വിരിയുന്നു. അപ്പോൾ അവിടെ ജന്മജന്മാന്തരങ്ങളിലേക്ക് സുഗന്ധ പുഷ്പമായി മാറുന്നു. പൂക്കൾ സദാ എല്ലാവർക്കും സുഖം നൽകുന്നു. കണ്ണിന് മുകളിൽ വയ്ക്കുന്നു. അതിൽ നിന്നും സുഗന്ധം ആസ്വദിക്കുന്നു. ഞാൻ എന്നെ സുഗന്ധമുള്ള പുഷ്പമാക്കി മാറ്റുന്നു. ഇപ്പോൾ ഞാൻ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. തമോ പ്രധാനമായ മനുഷ്യനിൽ നിന്നും സതോ പ്രധാന ദേവതയായി മാറുന്നു. പുതിയ ജന്മത്തിലേക്ക് വേണ്ടി ഞാൻ പഠിക്കുന്നു. കർമ്മം, അകർമ്മം, വികർമ്മം ഇതും ബാബ മനസ്സിലാക്കി തരുന്നു. ഞാനിപ്പോൾ വീണ്ടും രാജ്യഭാഗ്യം നേടുന്നു. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് ഞാൻ പവിത്രമായി മാറുന്നു. പിന്നീട് ഈ പഴയ ശരീരം നശിച്ചു പോകും. ജ്ഞാനസാഗരൻ, സർവ ആത്മാക്കളുടെയും പിതാവ് എന്നെ പഠിപ്പിക്കുന്നു. ശാരീരിക പിതാവിനെ പോലെ ബാബയെക്കാളും ഉയർന്നതാക്കി മാറ്റുന്നു. ഞാൻ ഓർമ്മയുടെ യാത്രയിൽ ഓട്ടമത്സരം ചെയ്യുന്നു. മുഖ്യമായ കാര്യം ഓർമ്മയുടെ യാത്രയാണ്. ബാബ ഇപ്പോൾ എന്നെ ബാബയുടെ കഴുത്തിലെ മാലയാക്കി മാറ്റുന്നു. ഞാൻ രുദ്രമാലയിലെ മണിയായി മാറുകയാണ്. എപ്പോൾ ഓട്ടമത്സരത്തിൽ വിജയിക്കുന്നുവോ അപ്പോൾ വിഷ്ണുവിന്റെ കഴുത്തിലെ മാലയായി മാറുന്നു. ബാബയുടെ ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാക്കുന്നു. ലൈറ്റ് ഹൗസായി ഒരു കണ്ണിൽ മുക്തിധാമം, മറുകണ്ണിൽ ജീവൻ മുക്തിധാമവും അനുഭവം ചെയ്യുന്നു. ഈ ചക്രത്തെ മനസ്സിലാക്കുന്നതിലൂടെ മുക്തിധാമത്തിന്റെ അധികാരിയായി മാറുന്നു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകും. വീടിനെ ഓർമ്മിച്ചോർമ്മിച്ചു പോകും. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് ഞാൻ ക്ഷീരസാഗരത്തിലേക്ക് പോകും. ഓർമ്മയുടെ യാത്രയിലൂടെയും സ്വദർശന ചക്രം കറക്കുന്നതിലൂടെയും ഞാൻ വിഷ്ണുപുരിയുടെ അധികാരിയായി മാറുന്നു. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യുന്നു. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. പഠിച്ച് പഠിച്ച് ആത്മാവിന്റെ പതിതത്വം ഇല്ലാതാകുന്നു. ബാബ പറയുന്നു, മഹാവീരന്മാരായ കുട്ടികൾ ഒരിക്കലും കുലുങ്ങില്ല. എത്രത്തോളം ശക്തിശാലിയാകുന്നുവോ അത്രയും കൊടുങ്കാറ്റുകൾ ഉയരും. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് ഞാൻ മഹാവീരനായി മാറിക്കൊണ്ടിരിക്കുന്നു. ആത്മാവിലെ അഴുക്കുകളെ ഓർമ്മയുടെ യാത്രയിലൂടെ ഇല്ലാതാക്കി ഞാൻ വളരെ സ്നേഹിയാവുന്നു.
അപ്പോൾ ബാബയുടെ ആകർഷണം സദാ ഉണ്ടായിരിക്കും. ഞാൻ മഹാവീരനായി മാറും. മായയുടെ കൊടുങ്കാറ്റിൽ ഭയപ്പെടുന്നില്ല, ഒരിക്കലും കുലുങ്ങുന്നില്ല. അവഗുണങ്ങളില്ലാതാക്കിക്കൊണ്ടിരിക്കും, സദാ ഹർഷിതമായിരിക്കുന്നു. ശുദ്ധ സങ്കല്പങ്ങളുടെ ശക്തിയുടെ സ്റ്റോക്കിലൂടെ മനസാ സേവയെ സഹജമാക്കുന്നു. അന്തർമുഖിയായി ശുദ്ധ സങ്കല്പങ്ങളുടെ ശക്തിയുടെ സ്റ്റോക്ക് സമ്പാദിക്കുന്നു. അത് വ്യർത്ഥ സങ്കല്പങ്ങളെ സമാപ്തമാക്കും. ശുഭഭാവന, ശുഭകാമനയുടെ സ്വരൂപത്തിലൂടെ മറ്റുള്ളവരെ പരിവർത്തനം ചെയ്യാൻ സാധിക്കും. മുരളിയുടെ ഓരോ പോയിന്റും ശക്തിയുടെ രൂപത്തിൽ കാര്യത്തിൽ ഉപയോഗിക്കുന്നു. മനസാ സേവയുടെ സഹജ അനുഭവിയായി മാറിക്കൊണ്ടിരിക്കുന്നു. സദാകാലത്തേക്ക് മനസ്സിൽ ഈർഷ്യ, വിദ്വേഷത്തോട് വിട പറയുന്നു. അപ്പോൾ വിജയിയാകുന്നു. ഓം ശാന്തി.